നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ പേര് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. ആയിക്കോട്ടെ, ഒരു ന്യൂമറോളജിയുടെ ക്ലാസ്സാണിത്. ന്യൂമറോളജി സംബന്ധിച്ച് പേര് മാറ്റിയവർക്കറിയാം പേര് ഈ രീതിയിൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ പേര് ഐമനം അജിത്ത് എന്ന് എല്ലാ വീഡിയോസിലും പറയുന്നത്. വേറെ ചാനലുകാർ പറയാറില്ല. കാരണം ഇതൊരു പഠന ക്ലാസ് അല്ലേ. ഇതിലൂടെ പതുക്കെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. നമ്മളിൽ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ഈ വീഡിയോസ് എല്ലാം എന്താണ് 7 മെയിനായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. 7, 8, 9, 4 മറ്റുള്ള നമ്പറുകാർ വലിയ പ്രശ്നക്കാരല്ല. ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, ഞാനായിട്ട് സൃഷ്ടിക്കുന്നതല്ല, എൻ്റെ ഭാവനയിൽ നിന്നും എടുക്കുന്ന കഥകളല്ല ഇത്. ഏറ്റവും കൂടുതൽ ചരിത്രപരമായ പശ്ചാത്തലം അല്ലെങ്കിൽ ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമുള്ള വീഡിയോസാണ്. സെലിബ്രിറ്റീസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ്രൗപദി മുർമു, നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ്, 4 തവണ പേര് മാറ്റിയത്. ന്യൂമറോളജി പ്രകാരമാണെന്നും അല്ല കേട്ടോ. അവർ ഒരു ആദിവാസി സ്ത്രീ ആയിരുന്നു എന്ന് നമുക്കറിയാം. പുള്ളിക്കാരത്തിലെ പേരും അങ്ങനെ പല ആൾക്കാരുടെയും കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്. നരേന്ദ്രമോദി, MA യൂസഫ് അലി, മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് നോക്കൂ. അതായത് എൻ്റെ വായിൽ നിന്നും ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് നിന്നും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കി പറയുന്നില്ല. നിങ്ങളെ അന്ധവിശ്വാസം നിങ്ങളിലേക്ക് തരേണ്ട ആവശ്യവുമില്ല, എനിക്കങ്ങനെ ജീവിക്കേണ്ട ആവശ്യവുമില്ല. പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ നോക്കൂ. പാലസ്തീൻ്റെ അനുഭവം നോക്ക്. പാലസ്തീൻ എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇസ്രായേലിന് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടില്ലേ? അതുപോലെ നമുക്ക് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാണ് ഈ പാകിസ്ഥാൻ. നമുക്ക് ദേശീയമായിട്ട് എടുക്കുമ്പോഴും പാകിസ്ഥാൻ നമുക്ക് എന്നും ഒരു ഭയപ്പെടുത്തുന്ന രൂപം തരികയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ന്യൂമറോളജിയിലൂടെ നോക്കാം. ഇനി ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാരെങ്കിലും പാകിസ്ഥാൻ വാദികളുണ്ടെങ്കിൽ ഉണ്ടാകുമല്ലോ. എന്തെങ്കിലും കമൻ്റ് എഴുതുമ്പോൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളണം. കാരണം നരേന്ദ്രമോദി ഗവൺമെൻറ് ആ രീതിയിൽ രാജ്യദ്രോഹികളായ എല്ലാ ആൾക്കാരും പൊക്കാനുണ്ട് വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു, ആർക്കും എന്തും വിളിച്ചു പറയാമായിരുന്നു. ഇപ്പോൾ വാക്കുകൾ വളരെയേറെ സൂക്ഷിച്ചുകൊള്ളണം. നിങ്ങളുടെ പേരിൽ 7ൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചുകൊള്ളണം. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, എല്ലാം മോണിറ്റർ ചെയ്യും, എല്ലാ വീഡിയോസ് പോലും. രാജ്യദ്രോഹത്തിൻ്റെ എന്തെങ്കിലും കണികൾ ഈ നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിലും അതും നാളെ പിടിക്കപ്പെടും. കമൻ്റ് എഴുതുന്നവരെ സൂക്ഷിച്ചോണം. പാകിസ്ഥാൻ്റെ പേരിൽ 8 അക്ഷരങ്ങളാണുള്ളത്. 8 എപ്പോഴും ഒരു അപകർഷതാബോധത്തെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ പാകിസ്ഥാനല്ല കേട്ടോ എടുക്കണ്ടേ. നിങ്ങളുടെ പേരിൽ 8 ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ മക്കളിൽ നിങ്ങളുമായിട്ടുള്ള വളരെ അടുത്ത് കഴിയുന്ന ആൾക്കാരുടെ പേരിൽ 8 ഉണ്ടോ എന്ന് നോക്കണം. അവരിൽ അറിയാതെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അവർക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും എല്ലാം എന്തോ എവിടെയോ ഒരു കുറവ് അവരിൽ സ്വയമായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ 8, 17, 26 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം, പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, താലോലിക്കണം, അവരെ ലാളിക്കണം. എന്ത് പറഞ്ഞാലും നീ അങ്ങനെ ചെയ്തില്ലടാ, ഇങ്ങനെ ചെയ്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ശാസിക്കരുത്. അവരിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. ഇത് അനുഭവം കൂടിയുണ്ട് ധാരാളം. ഞാൻ വാസ്തുവിനൊക്കെ പോകുമല്ലോ, പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വരുമല്ലോ. ചില അച്ഛന്മാർ 8-ാം തീയതി ജനിച്ച ആൾക്കാരെ എപ്പോഴും കുറ്റം പറയും, അമ്മയും പറയും. അതുകൊണ്ട് നിങ്ങളങ്ങനെയൊന്നും ചെയ്യരുത്. അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അപകർഷതാബോധം ഉണ്ടെന്നുള്ള രീതിയിൽ വേണം പെരുമാറുവാൻ. 8ൻ്റെ പ്രത്യേകത. നരേന്ദ്രമോദി അദ്ദേഹം പറയാറില്ലേ, അദ്ദേഹം ഒരു പാൻട്രിമാനായിരുന്നു, ചായക്കടയിൽ ജോലി ചെയ്ത ആളായിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇന്ന് അദ്ദേഹം ആരാണ്? ഈ UAE ഗവൺമെൻറ്റൊക്കെ അദ്ദേഹത്തെ ഓണർ ചെയ്തിട്ടുണ്ട്. പല രാഷ്ട്രങ്ങളും ഓണർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു. 8 സ്പിരിച്വൽ നമ്പർ കൂടിയിട്ടാണ്. 8 സ്പിരിച്വൽ നമ്പർ വരുന്ന ആൾക്കാർ തിന്മയുടെ ഭാഗത്തേക്ക് പോയാൽ അവരെ 8 നിലയിൽ പൊട്ടിക്കും. പാകിസ്ഥാൻ അതല്ലേ ചെയ്യുന്നത്? അവർ 8 നിലയിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവിടെ ഹിന്ദുക്കളുണ്ടായിട്ടാണോ ഈ കലാപം? പറയാം, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള കലാപമാണെന്ന്. അതല്ല, അവിടെ ഹിന്ദുക്കളുണ്ടായിട്ടല്ല, അവർ തമ്മിലാണ് അടി. 8നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കും. ഒരു ബോംബിന് തുല്യമാണ് 8ൻ്റെ നമ്പർ. 8 എന്ന നമ്പർ. പാകിസ്ഥാൻ്റെ സ്പെല്ലിങ് PAKISTAN, പാകിസ്ഥാൻ. 8 അക്ഷരങ്ങളും അതിൻ്റെ വാല്യൂ 25.
ഞാൻ സൃഷ്ടിച്ചതല്ല, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ചില ആൾക്കാർ നമ്മൾ പറഞ്ഞല്ലോ, പല ആൾക്കാരും പറയാറുണ്ട് ഇത് ഭയപ്പെടുത്താനുള്ളതാണെന്ന്. നിങ്ങളുടെ പേരിൽ 25 7 16 ആ 7 16 കൊണ്ട് പേടിക്കണ്ട എന്ന്. അത് അവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ കാര്യം നോക്കുക. പാകിസ്ഥാൻ 25 ലെറ്റേഴ്സാണോ? സോറി, വാല്യൂ. അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കൊടിയ ദാരിദ്ര്യം, പരസ്പരം ഫൈറ്റിംഗ്. നിങ്ങൾക്കിതുണ്ടാകും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മറ്റുള്ള നമ്പേഴ്സൊക്കെ ഒരു പരിധി വരെയും നമ്മളുടെ പ്രാർത്ഥന, പവർ, ആ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ 7 അങ്ങനെയല്ല, മിസ്റ്റിക് നമ്പറാണ്. നോബഡി ക്യാൻ ചേഞ്ച് ദാറ്റ് നമ്പർ. അത് മായാഗ്രഹമായ കേതുവിനെ സൂചിപ്പിക്കുകയാണ്. എടുത്ത് പൊക്കിയിട്ട് അടിക്കും എപ്പോഴും. നിങ്ങളുടെ പേരിലാണ് ഈ മോശം പേരൊക്കെ ഉണ്ടാകുന്നത്. മോശം പേര് നിങ്ങൾ വീട്ടിലിരുന്ന, ഇപ്പോൾ എൻ്റെ നമ്പർ 7 വയ്ക്കുക. 7 ഇപ്പോൾ ഇവിടുത്തെ കേസ് 25 ആണെങ്കിൽ, ഞാൻ ജനിച്ചതായിക്കോട്ടെ, അല്ലേ എൻ്റെ പേരിൽ 25 വാല്യൂ വന്നാൽ ഞാൻ ഈ ഓഫീസിൽ സ്വസ്ഥമായിട്ടിരിക്കുക ഇവിടെ. പക്ഷെ എന്നാലും പറയാം, അവൻ ആളത്ര ശരിയില്ലെന്ന് പറയും. നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ 7-ാം തീയതിക്കാർ, പൊതുവേ നിങ്ങൾ എല്ലാവരോടും എല്ലാം പറയാറില്ല, കഴിവതും നിങ്ങളുടേതായ പ്രൈവറ്റ് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, സ്വകാര്യമായ കാര്യങ്ങൾ ഡോണ്ട് ഷെയർ വിത്ത് അതേഴ്സ്. ഇപ്പം വലിയ ലോഹിയാണ്, പിന്നീട് നാളെ അവർ വേറെ തിരിച്ച് പറയും. നാളെ വേണമെന്നില്ല, നിങ്ങളുടെ വായിൽ നിന്ന് കേട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഇപ്പം പ്രത്യേകിച്ച് ഫോണൊക്കെ ഇല്ലേ, വാട്സപ്പൊക്കെ ഉണ്ടല്ലോ, അവനങ്ങനെ പറഞ്ഞു അവളങ്ങനെ പറഞ്ഞു എന്ന് പറയും. വീണ്ടും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ അടുത്ത് അവർ ലോഹിയായിരിക്കും, നിങ്ങളെപ്പറ്റി മോശം പറയും. അപ്പോൾ ഈ ചാനൽ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ്റെ കാര്യം വിട്ടേക്കുക. പക്ഷേ അതൊരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയുമ്പോഴല്ലേ കൂടുതൽ വിശ്വാസ്യത വരുന്നത്. ഇനി 7ഉം 8ഉം 2 സ്പിരിച്വൽ നമ്പേഴ്സാണ്. അക്ഷരങ്ങളുടെ എണ്ണം 8. ശനി എന്ന പ്ലാനറ്റ് നിയന്ത്രിക്കുകയാണ്. അവിടെയാണ് 7 25 വന്നത്. 25 കാണിക്കുന്ന എല്ലാ മോശം ജോലിക്കും കർത്തവ്യങ്ങൾക്കും ഇദ്ദേഹം, ഈ ശനി അവിടെ ശിക്ഷ കൊടുക്കും. അവർക്ക് കണ്ടില്ലേ, ശിക്ഷ കൊടുക്കുമല്ലേ. ഇവിടെ UAE ഗവൺമെൻറ് പാകിസ്ഥാൻകാർക്ക് വിസ കൊടുക്കത്തില്ല. ഉണ്ടായിരുന്നവർക്ക് പുതുക്കി കൊടുക്കും, പുതിയതായിട്ട് വിസ വരുന്നില്ല. എൻ്റെ ഇവിടെ 2-3 സുഹൃത്തുക്കളുണ്ട്, അവരിവിടെ കമ്പനി നടത്തിയാണ്. അവർക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അവിടെ അത്യാവശ്യം ഇന്ത്യക്കാരായി. ഇനി ഇന്ത്യക്കാർക്ക് കൊടുക്കത്തില്ല, അതർ നാഷണാലിറ്റീസിന് കൊടുക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻകാർക്ക് വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെയുള്ള ജോലിക്ക് പാകിസ്ഥാനികളെ ആവശ്യം. ഈ ഫിസിക്കൽ വർക്കിനൊക്കെ ഏറ്റവും കൂടുതൽ ഈ ലോഡൊക്കെ എടുക്കാണ്ട് അവർ വലിയ ബഹു കേമന്മാരാണ്. നമ്മളൊക്കെ ഒരു കസേര, ഞാനൊക്കെ ഒരു കസേര 2 പേരെ സഹായില്ല പൊക്കത്തില്ല. അവരൊരു ഫ്രിഡ്ജ് വരെ ഒറ്റയ്ക്ക് തലയിൽ വെച്ചിട്ട് പോകും, ഒറ്റയ്ക്ക് പുറത്ത് കയറ്റി. അത്രയും കായികമായിട്ട് ശേഷിയുള്ളവരാണ്. അങ്ങനെ കായികമായ ശേഷിയുള്ള ആൾക്കാരെ ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ അവർ കൊടുക്കില്ല. എന്തുകൊണ്ട്? ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആഫ്രിക്കൻസിന് കൊടുക്കുന്നില്ല കേട്ടോ, ബംഗ്ലാദേശികൾക്ക് കൊടുക്കുന്നില്ല. അവരെ പറ്റിയൊക്കെ പിന്നീട് നോക്കിയെടുക്കാം. ഇവരെ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയിരിക്കില്ല. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാമല്ലോ. കുറ്റകൃത്യങ്ങൾ അവർ കൂടുതൽ ചെയ്യും. 25 അപ്പോഴും പരീക്ഷ നിറഞ്ഞ പാത. ഇവരുടെ സ്വഭാവം എന്താ? എപ്പോഴും ശത്രുക്കളെ സൃഷ്ടിക്കുക, ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും ഇന്ത്യയെ നശിപ്പിച്ചോളാനാണ് ബേനസീർ ഭൂട്ടോ, പഴയ പ്രസിഡൻറ്റ് പറഞ്ഞിരുന്നത്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നത്. ബേനസീർ ഭൂട്ടോയെ പറ്റി നമ്മൾ 2 വീഡിയോ 2 വർഷം മുമ്പ് ചെയ്തിരുന്നു. ആൾക്കാരൊന്നും അധികം കണ്ടില്ല, കണ്ടവർ കണ്ടു. ഒന്നുമില്ലെങ്കിൽ അവരെ കൊന്നോളാൻ, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക. അത് 25 അവരെ ഇട്ട് കെടുത്തു വേണം. നിങ്ങളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 25ൻ്റെ സാന്നിധ്യം ഇനി നിങ്ങളുടെ വീട്ടുപേരിൽ വന്നാലും മാറ്റണേ. ഈ അക്ഷരങ്ങളുടെ എണ്ണമായ 8ഉം വാല്യൂവായ 25 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 33. സൂപ്പർ നമ്പർ, മഹാലക്ഷ്മിയുടെ നമ്പർ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ എല്ലാവിധ ആശംസകളും നമ്മൾക്ക് കിട്ടും. പക്ഷേ ഇവർ അടങ്ങി ഒതുങ്ങിയാണോ ജീവിക്കുന്നത്? കിട്ടുന്ന സമയം മുഴുവൻ അവരെ തിന്മകൾ ചെയ്യുകയാണ്. അവിടെ നല്ലവരായ ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവെ എടുക്കുമ്പോൾ പാകിസ്ഥാനികൾ കലാപകാരികളാണെന്നുള്ള വാക്ക്. 1-2 നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെപ്പോഴും പറയാറുണ്ട്, എന്ത് ചെയ്യാൻ, അവർക്ക് അങ്ങോട്ട് പോകാൻ പോലും താല്പര്യമില്ല. പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമില്ല. അവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ മിക്കവരും ഈ ടാക്സി ഡ്രൈവറാണ് ഇവിടെ, അധികം ഡ്രൈവേഴ്സാണ്. ഈ 33 വന്നതിൻ്റെ പേരിൽ 33ൻ്റെ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുജ്ജന്മ ബന്ധം, മുജ്ജന്മ സുഹൃത്തും കൂടി വേണം. പാകിസ്ഥാൻ എന്ന രാജ്യം വന്നപ്പോഴേക്കും, അതിനു മുൻപായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യമില്ലായിരുന്നു. പഞ്ചാബ്, അഫ്ഗാൻ കാബൂളൊക്കെ കാശ്മീരൊക്കെ എടുത്തുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ എന്ന പേര് വന്നത്.
ഇവർ അവിടെ പോയതിനു ശേഷം ആ ദിവസം അന്നേ ദിവസം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ എത്രയോ കൊലപാതകങ്ങളാണ്, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്തവരില്ലേ, അതിൻ്റെ ഇപ്പം അനുഭവിക്കുന്നു. അത് നന്മ അവരിലേക്ക് വന്നു. 7ൻ്റെയും 25ൻ്റെയും കൂടിയുള്ള സംഖ്യയാണ് 33. നന്മയുണ്ടായിട്ട് പോലും ഈ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ മറ്റുള്ളവരെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിലേക്ക് ആ ദേവത എനർജി, നല്ല പോസിറ്റീവ് എനർജി ചെല്ലില്ല. അത് അവർ ഇപ്പോൾ അനുഭവിക്കുന്നു. ഈ ചില ഇൻഷുറൻസ് കമ്പനികളിൽ ചേരുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റനെയറുണ്ട്, ഡിഡ് യു എവർ വിസിറ്റ് പാകിസ്ഥാൻ എന്ന്. നിങ്ങൾ പാകിസ്ഥാനിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. കാരണം ഇൻഷുറൻസ് കമ്പനികൾക്ക് വരെ അറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഭീകരവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. LICയിലൊക്കെ ചേരുമ്പോൾ ഉണ്ട്. ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്കറിയാമല്ലോ. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാത്രിയിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മളെയും പാകിസ്ഥാൻകാരെയായിട്ട് ഡിവൈഡ് ചെയ്തത്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം. അർദ്ധരാത്രിയിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഒരു പുസ്തകമൊക്കെ ഉണ്ട്, ലാറി കൊളിൻസിൻ്റെ. ഈ ഓഗസ്റ്റ് 15-ാം തീയതി രാത്രി 12 മണി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്റ്റാൻഡേർഡ് ടൈം, സമയത്തിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, IST. അതുപോലെ പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കുമ്പോൾ 1947 ഓഗസ്റ്റ് മാസം 15 എന്നുള്ളത് അവരുടെ കണക്കിൽ ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി 11:30 അരമണിക്കൂർ അവിടെ ലേറ്റാണ്. അതുകൊണ്ട് അവർ ഇപ്പോഴും അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് 47 ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. 1947 ഓഗസ്റ്റ് 14 നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്ക്. 1947 9 1 10 7 17 4 21. ഓഗസ്റ്റ് ആകുമ്പോൾ 8, 21 8 29. 14 1 4 കൂടി ആകുമ്പോൾ 5, 29 5 34. അവിടെയും 7 കയറി പിടിച്ചു. അവർക്കിത് അറിയത്തില്ല. ഇതിനു മുൻപായിട്ട് നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 7കാരെ ഭയപ്പെടുത്തുമല്ല, സത്യമല്ലേ ഈ പറയുന്നത്. അതാണ് അവരെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. 7 വളരെ അപകടം പിടിച്ചതാണ്. മുജ്ജന്മത്തിൻ്റെ ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് 7 വന്നിരിക്കുന്നത്. പക്ഷേ അതിന് നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ, ചാരിറ്റിയൊക്കെ ചെയ്ത്, മറ്റുള്ളവൻ്റെ കാര്യത്തിൽ തലയിടാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോയാൽ ശരിക്കും വിജയിക്കാം എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാറുണ്ട്, നിങ്ങളോട് പറയാറുണ്ട്, ഓപ്പണായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ആരും എന്നെപ്പറ്റി പറയത്തില്ല. പറഞ്ഞാൽ എനിക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം എൻ്റെ നമ്പർ എത്രയാണ്? പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13. 13 അല്പം ഒരു പരിധിവരെ എൻ്റെ കാര്യം പോട്ടെ, അവരല്പം ലൂസാണ് മെൻ്റലി. സമയം വെച്ച് അവർ സ്നേഹമുള്ളവരാണ്, ബുദ്ധിമാന്മാരാണ്, വേറിട്ടുള്ള കാഴ്ചപ്പാടാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അവർ ഓൺ ദ സ്പോട്ടിലടിക്കും. ഈഴക്കല്ലേ ശശി തരൂരിനെ ഒന്ന് ഒതുക്കാനായിട്ട് നോക്കി, അവരുടെ തന്നെ രാഷ്ട്രീയക്കാർ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവായ രാജീവ് ഗാന്ധി ഒതുക്കാൻ നോക്കി. പിന്നെ രാഹുൽ ഗാന്ധി, അദ്ദേഹം കേട്ടോ വീണ്ടും പണി കാണിച്ചത്. അത് കാരണം 13ൻ്റെ ഇതാണ്. അതിന് ആൾക്കാർ പറയും ശശി തരൂർ ധിക്കാരിയായിട്ടാണെന്നൊക്കെ. അതല്ല ഇവിടുത്തെ വിഷയം. 13ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിത് ക്ലാസ്സല്ലേ, എല്ലാ കാര്യവും പറഞ്ഞു പോകാം. ഒറ്റ പോയിൻ്റ് മാത്രമല്ല പറയേണ്ടത്. ചർച്ച വാർത്താ ചാനലല്ലോ. വാർത്താ ചാനൽ കാണുന്നവർ അങ്ങോട്ട് പോയിക്കോട്ടെ, നമുക്കിപ്പോൾ ഇതിലകത്ത് എല്ലാം എടുത്ത് തന്നെ പോകാം. അപ്പോൾ ഇവർക്ക് 34 വന്നു. സാമ്പത്തിക മുന്നേറ്റം പറയത്തില്ല, കഷ്ടപ്പാടും പരീക്ഷണങ്ങളുമാണ് 34ൻ്റെ. ഇതിൻ്റെ പേരാണ് വിധിസംഖ്യ. വിധിസംഖ്യ എന്നാൽ ജനിച്ച ഡേറ്റും മാസവും വർഷവുമാണല്ലോ. പാകിസ്ഥാൻ എന്ന രാജ്യം ജനിച്ചത് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി. വിധിസംഖ്യ 34. നിങ്ങൾ ജനിച്ച ഡേറ്റ് ഇതേ രീതിയിൽ 34 ആണെങ്കിൽ നിങ്ങൾ ഏത് വർഷം ആയിക്കോട്ടെ, ഏത് മാസവും ആയിക്കോട്ടെ, ഏത് ഡേറ്റും ആയിക്കോട്ടെ, നിങ്ങളുടെ ജനിച്ച ഡേറ്റും വർഷവും മാസവും കൂടി കണക്ക് കൂട്ടുമ്പോൾ 34 വന്നാൽ ഇതുപോലൊക്കെ തന്നെയാണ് അനുഭവം. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം? അന്ന് ജനിച്ചു പോയില്ലേ? അപ്പോൾ നിങ്ങളുടെ പേരിൽ പരിഹാരമായിട്ട് പേരിലേക്ക് കയറണം. പേരിൽ എങ്ങനെയുണ്ട്, അവിടെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പോൾ അയ്മൻ അജിത്തിനകത്തുള്ള ഓരോ ലെറ്റേഴ്സിനും വളരെ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ വിദഗ്ധനായൊരു പ്രൊണോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി പരിഹരിച്ച് മുന്നോട്ട് പോകും. ഈ കൊച്ചു ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടും സഹിച്ച് മറ്റുള്ളവൻ്റെ കുറ്റാരോപണങ്ങളൊക്കെ കേട്ട് ജീവിച്ച് പോകേണ്ടതല്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ മുടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസ മുടക്കുമോ? വീണ്ടും പറയുക, എന്നെ കാണുന്നു വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും പോയി കാണും.
പക്ഷേ അവർ ക്രോണോളജി കൂടി പഠിച്ചവരായിരിക്കണം. ഇവർ ഈ ദുഷ്പ്രവർത്തനം ചെയ്യുകയാണ് എപ്പോഴും 34 വന്നിട്ട് പോലും. അതുകൊണ്ടാണ് 34 കാരനാണ് ഈ ദുഷ്പ്രവർത്തനം ചെയ്യുന്നത്. എന്നിട്ടോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇരവാദം മുഴക്കും, ഞങ്ങൾ പാവങ്ങളാണ് എന്ന്. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഭിക്ഷ പോലെയല്ലേ മേടിക്കുന്നത്. ആഹാരം കഴിക്കാനില്ലാതായപ്പം ഭാരത ഗവൺമെൻറ് വരെ, ഇന്ത്യ ഗവൺമെൻറ് വരെ, നരേന്ദ്രമോദി ഗവൺമെൻറ് പോലും അവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചടിക്കുകയാണ്. ഇവർക്ക് എന്തൊക്കെ കിട്ടിയാലും ശരിയായ മാർഗം അല്ലാത്തതിൻ്റെ പേരിൽ അവർ രക്ഷപ്പെടത്തില്ല. പാകിസ്ഥാൻ്റെ കാര്യം. ഇനി ഇവരുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി എന്ന പോലെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് നേഷൻ, മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 17 അറിയാമല്ലോ. അതിൻ്റെ കെടുതികളൊക്കെ ഇപ്പം നമ്മൾ 8ൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ സാധാരണഗതിയിൽ മുഹമ്മദ് അലി എന്നുള്ളതിന് മുഹമ്മദിന് MO ആണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഭാഗ്യം അല്ല, ദൗർഭാഗ്യം എന്ന് തന്നെ പറയാം ഒരു കണക്കിന്. MU ആണ്. MUHAMMED, മുഹമ്മദ്, ALI അലി, ജിന്ന JINNAH. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 17. മുഹമ്മദ് അലി ജിന്നയുടെ പേരിൻ്റെ വാല്യൂ 52. ഉണ്ടോ? അവിടെ കണ്ടോ 52. വേറെ ആ രാജ്യത്ത് എത്ര പേരുണ്ടായിരുന്നു? അതുകൊണ്ട് ഇദ്ദേഹം മാത്രമാണോ രാഷ്ട്രപിതാവായിട്ട് വന്നു? വേറെ ആരെങ്കിലും വെക്കത്തില്ലായിരുന്നു? എന്തുകൊണ്ട് ഈ 52 വന്നു? അത് അവരുടെ കമ്പനി ആ രാജ്യം ആരംഭിച്ചപ്പോൾ തൊട്ട് തന്നെ 7ലേക്ക് കയറ്റിയിരിക്കുകയാണ്. പാലസ്തീൻ ഇത് തന്നെയായിരുന്നു. പാലസ്തീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് കണ്ടു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ഈ രാജ്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അനുനിമിഷം. ഈയിടെയും കണ്ടില്ലേ ഒരു ബോംബ് ബ്ലാസ്റ്റിങ്ങും ആ ട്രെയിനിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? 52 അക്ഷരങ്ങളുടെ എണ്ണമായ 15ഉം 52 കൂടി കൂട്ടുമ്പോൾ 69. 69 ആകുമ്പോൾ 9 6 15, 5 1 6 നല്ല നമ്പറാണ്, സൂപ്പർ നമ്പറാണ്, നല്ല വിജയമാണ്. ഉദ്ദേശിച്ച കാര്യം അവർ ഏറ്റെടുക്കും. 69 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ശരി അത് നേടിയെടുക്കാൻ സാധിക്കും. ഇവർ നേടിയെടുത്തു. ലോകത്തിലെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇവരങ്ങോട്ട് കൊണ്ടുപോയത്. ഈ മുഹമ്മദ് അലി ജിന്നയായിരുന്നു അതിനകത്ത് നേതാവായിട്ട് നിന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ലക്ഷ്യമിട്ട കാര്യം സാധിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി പാകിസ്ഥാനെ കൊണ്ടുവന്നു. അത് തെറ്റൊന്നുമല്ല, കൊണ്ടുവന്ന ലക്ഷ്യം സാധിച്ചു എന്നാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഈ പാകിസ്ഥാൻ്റെ പേരിൽ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. മുഹമ്മദ് അലി ജിന്നയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 17. 17 8ഉം വീണ്ടും അവിടെ 25 വന്നോ? ഞാൻ ഒന്നും തിരികെ കയറ്റിയതല്ല. ഇതാണ് അവർക്ക് പോലും അറിയില്ല. നിങ്ങൾ പല ആൾക്കാർക്ക് ഇത് അറിയാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു വീഡിയോ ആരും ചെയ്തിട്ടുമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നമ്മളെപ്പോഴും നൂതന ആശയങ്ങളുമായിട്ടാണ് വരുന്നത്. ആശയം ഇത് തന്നെയാണ്. അത് ഓരോന്നും തെളിവോട് കൂടി കൊണ്ടുവരുന്നു. 25 അവരെ പിന്നെയും കൊണ്ടുപോയി. പാകിസ്ഥാൻ്റെ പേരിൻ്റെ വാല്യൂ 25, മുഹമ്മദ് അലി ജിന്നയുടെ പേരിൻ്റെ വാല്യൂ 52. 25ഉം 52 കൂടി ചേരുമ്പോൾ 77. 77 നല്ല സൂപ്പർ നമ്പറല്ലേ? വളരെ സ്ട്രോങ് നമ്പറാണ്. ഒരു 7 തന്നെ പ്രയാസമാണ്. അപ്പോൾ 2 7 കൂടി വന്നപ്പോഴോ പക്ക ആത്മീയ നമ്പറാണ്. 77 സ്വപ്നം കണ്ട ഏതോ ഒരു വ്യക്തി എന്നാൾ പറഞ്ഞു. അത് സ്പിരിച്വലാണ്. നിങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു കോള് വരികയാണ്. ഇന്നലകളിൽ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, നിനക്ക് സ്വാഗതമെന്നാണ്. ഈ 77 സ്വപ്നം കാണുക, അല്ലെങ്കിൽ 77 നമ്മൾ എവിടെയെങ്കിലും ഈ ഏഞ്ചൽ നമ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. 77 സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ 77 എവിടെയെങ്കിലും കണ്ടാൽ, ഏഞ്ചൽ നമ്പർ കണ്ടാൽ. അപ്പോൾ ഈ 77ൻ്റെ സ്വാധീനം കൊണ്ടാണ് അവിടെ അതൊരു രാഷ്ട്രമാക്കിയല്ലോ. മതപരമായ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മതരാഷ്ട്രമാണ്. പക്ഷെ അത് അവർ വഷളാക്കി എന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അടിപിടിയല്ലേ. അവിടെയുള്ള മിക്ക ആൾക്കാരുടെ വീടുകളിൽ തോക്കുണ്ട്. കാരണം ഇവിടെയുള്ള ഈ ഡ്രൈവേഴ്സൊക്കെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ തോക്കുണ്ട്. അവരുടെ വീട്ടിൽ നേരെ എതിർവശത്തുള്ളവനും ഇവനെ പേടിയാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ തോക്കുണ്ടല്ലോ. അതാണ് 77 എന്ന ഇത് വന്നിട്ട് പോലും ഇങ്ങനെ മോശം കാണിച്ചാൽ ഇതേ രീതിയിൽ കലാപം ഉണ്ടാകും. ഇവർ 77 പ്രത്യേകത എല്ലാവരും നമ്മളെ അവരിലേക്ക് ആകർഷിക്കും. പക്ഷേ ദൈവവിശ്വാസം ഇല്ലാതായിക്കഴിഞ്ഞാലാണ് നൂലാമാലകൾ. അപ്പോൾ പാകിസ്ഥാനെ പറ്റി മനസ്സിലായല്ലോ. 77ൻ്റെ അല്ലെങ്കിൽ 7ൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അവർക്ക് ഈ കെടുതികൾ.
അന്നേ ദിവസമാണല്ലോ 47 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മളെപ്പറ്റി എടുക്കുക. നമ്മൾ മീൻസ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പേര് ഭാരത് എന്നായിരുന്നു. ഭാരത്, ഹിന്ദുസ്ഥാൻ എന്നും പറയും. പക്ഷെ പിന്നീട് വന്ന സാഹിബിൻ്റെ കാലം തൊട്ടേ അല്ലെങ്കിൽ അറബികളുടെ സാന്നിധ്യം തൊട്ടായാണ് അല്ലെങ്കിൽ വാണിജ്യം ഇടപാട് തുടങ്ങിയതിന് ശേഷമാണ് ഇന്ത്യ എന്ന പേര് വന്നത്. അത് ചരിത്രപരമായ മറ്റുള്ള വസ്തുതകളാണ്. അതിപ്പം നമുക്ക് ന്യൂമറോളജി ആയിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട. ഇന്ത്യ എന്ന പേരിൽ 5 അക്ഷരങ്ങൾ. 5 എപ്പോഴും ആകർഷിക്കുമല്ലോ. വശ്യശക്തിയാണ്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട് 5ന് സാന്നിധ്യമുള്ള ആൾക്കാർക്ക് സെയിൽസിലൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഒരു സാധനം എന്തെങ്കിലും വിൽക്കാനായിട്ട് പല ആൾക്കാർ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. 5കാർക്ക് 5, 14, 25, 5, 14, 23 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക്. അപ്പോൾ ഇന്ത്യയുടെ നമ്പർ 5ആണ്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് സൗഹൃദം, വശ്യശക്തിയുള്ളതിൻ്റെ പേരിൽ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും. ഇവിടെ ഇന്ത്യക്കാർക്ക് എപ്പോഴും സ്വാഗതമുണ്ട്. ഈ UAE വലിയ പ്രശ്നക്കാരല്ല. എല്ലാവരും പ്രശ്നക്കാരല്ലെന്നല്ല കേട്ടോ. പൊതുവേ കമ്പയർഡ് വിത്ത് അതർ നാഷണാലിറ്റീസ് വി ആർ സോഫ്റ്റ് എന്ന്, വി ആർ ഫ്രണ്ട്ലി. പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കത്തില്ല, ഇന്ത്യക്കാർക്ക് കൊടുക്കും. കാരണം ഇവർ വലിയ പ്രശ്നക്കാരല്ലെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനും അറിയാം. ഇവിടുത്തെ ഹൈ ഓഫീഷ്യൽസൊക്കെ മിക്കവരും മലയാളീസാണ്. ഇവർ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് പ്രോപ്പർ വേയിലും പൈസ ഉണ്ടാക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇന്ത്യക്കാർ. അത് ഇന്ത്യയുടെ 5ൻ്റെ പേര് ഇതാണ്. ഇനി ഞാൻ ഇവിടുത്തെ കാര്യം വെച്ചാൽ പറയുന്നത്. കൂടുതൽ അനുഭവം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? വാല്യൂ 12. 12 അറിയാമല്ലോ. എപ്പോഴും കഷ്ടപ്പാട് വ്യാകുലത്തിരിക്കുകയാണ്. 1 എന്ന നമ്പർ 1ഉം 2ഉം കൂടി ചേരുന്നതാണ് 12. 1 എപ്പോഴും സൂര്യനാണ്, കത്തിജ്വലിച്ച് നിൽക്കും. പക്ഷേ കൂടെ നിൽക്കുന്ന 2 അല്പം കെടുത്തിക്കളെ, വേണ്ട. സൂര്യൻ പറയും പോകാമെന്ന് പറയും മുന്നോട്ട്, ചന്ദ്രൻ പറയും വേണ്ടെന്നത്. അങ്ങനെ സൂര്യൻ്റെ ആ ശക്തിയെ അല്പം പവർ കുറയ്ക്കുന്നതാണ് ചന്ദ്രൻ. അതാണ് ഈ വ്യാകുലത. അതിന് വേണം ഇങ്ങനെ പറയാം, എന്താ വാട്ട് ക്യാൻ ഐ ഡു, എന്താണ് ചെയ്യുന്നത്? ആ ചിന്ത ഈ 12 വരുന്നവർക്കുണ്ടാവും കൂടുതലായിട്ട്. ഇവരുടെ അവസരങ്ങൾ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ തട്ടിയെടുക്കുകയും ചെയ്യും 12 വന്നാൽ. ഉദാഹരണം ജമ്മു കാശ്മീർ ഇന്ത്യക്ക് അവകാശപ്പെട്ടതല്ലേ, നെഹ്റു അങ്ങോട്ട് വിട്ടുകൊടുത്തില്ലേ? ഇനി കോൺഗ്രസ്സുകാർ ഇവിടെ ഒന്നും തോന്നണ്ട, ചരിത്രം പഠിക്കണം. നിങ്ങളിൽ പല ആൾക്കാർക്കും ചരിത്രബോധം ഇല്ലാത്തവരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയക്കാർക്ക് അന്ധമായ നേതാക്കന്മാർ പറയുന്നത് കേട്ടു. ഞാൻ ചരിത്രബോധമുള്ളവനാണ്, ചരിത്രകാരനായ രീതിയിൽ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ലോക ചരിത്രവും ഇന്ത്യൻ ഹിസ്റ്ററിയും എല്ലാം ഞാൻ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളയാളാണ്. നെഹ്റു കാരണമാണ് അന്ന് അത് വിട്ടുകൊടുത്തത്. നമ്മൾക്കുള്ളത് നഷ്ടപ്പെട്ടു. കാരണം 12ൻ്റെ ഇതാണ് ഉള്ളത് കൂടി നഷ്ടപ്പെടും. ചൈനയ്ക്ക് എന്തെല്ലാം വിട്ടുകൊടുത്തു ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ? വീണ്ടും പറയുന്നു, നമ്മൾ വേറെ ഒരു ഗവൺമെൻറ്റെയും സപ്പോർട്ട് ചെയ്യുകയല്ല. അന്നത്തെ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ഗവൺമെൻറ് കാണിച്ച ഇതാണ്. നമുക്ക് കിട്ടേണ്ട പലതും വിട്ടുകൊടുത്തു. കാരണം ഈ 12 വന്നതിൻ്റെ പേരിലാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. UNOയിൽ നമുക്ക് സ്ഥാനം തന്നാണല്ലോ, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു പ്രഥമ സ്ഥാനം. നെഹ്റു എന്താ പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞു, ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. അതിൽ പരം ഒരു ഇന്ത്യക്കാരോട് കാണിക്കുന്ന ക്രൂരതയുണ്ടായിരുന്നു. കാരണം 12ൻ്റെ സ്വാധീനമാണ്. നെഹ്റുവിൻ്റെ രാഷ്ട്രീയ കളി കളിക്കട്ടെ. കാരണം നമ്മളാരും കോൺഗ്രസും അല്ല, മാർക്സിസ്റ്റും അല്ല, മുസ്ലിം ലീഗും അല്ല, BJP അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സ്റ്റുഡൻസ് എല്ലാം നിരീക്ഷിക്കണം. 17 5ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 5ഉം 12 കൂടി കൂട്ടുമ്പോൾ, വാല്യൂ ആയ 12 കൂടി കൂട്ടുമ്പോൾ 17 ആത്മീയ നമ്പറാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആത്മീയ രാജ്യമാണ് ഭാരതം. എത്രയോ പൗരാണികമായ ക്ഷേത്രങ്ങളുണ്ട്. അതെല്ലാം ഈ മുഗളന്മാരും വിദേശികളും വന്ന് ആക്രമിച്ച് നശിപ്പിച്ചു, അതറിയാം. ആത്മീയ നമ്പറാണ് 17. 6,81,00,000 ചില്ലുവാനും മന്ത്രങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. 6,71,80,833 മന്ത്രങ്ങളുണ്ടായിരുന്നു. ഇന്ന് കേവലം 20,000 മന്ത്രങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർ കത്തിച്ചു, നശിപ്പിച്ചു, കട്ടുകൊണ്ടുപോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇന്ന് നമ്മൾക്ക് ഇത്രയും മന്ത്രങ്ങളേ ഉള്ളൂ. അതിലേറ്റവും വലിയ മന്ത്രമാണ് ഓം ഭൂർഭുവസ്വഹ, ആ ബ്രഹ്മഗായത്രി. ആത്മീയതയുടെ നമ്പറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാകുംഭമേള നടന്നത് എവിടെയാണ്? ഭാരതത്തിലല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ കൂട്ടായ്മയാണ് മഹാകുംഭമേള. 144 വർഷങ്ങൾ കൂടുമ്പോഴുള്ളത്. അത് ഈ 17ൻ്റെ പ്രത്യേകത. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. അത് ടോട്ടൽ കണക്കൂട്ടുമ്പോൾ 35. 1947 ഓഗസ്റ്റ് 15 എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ 35 എന്താണ്? ആപത്താണ്. എന്നും
പാകിസ്ഥാൻ്റെ ശല്യമല്ലേ നമ്മൾക്കുള്ളൂ, ചൈനക്കാരുടെ ഭീഷണി മറ്റൊന്നും. അത് 35 വന്നതിൻ്റെ പേരിലാണ്. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശരിയായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയണമെന്നില്ല, ഗാന്ധി എന്ന് പറഞ്ഞാൽ അറിയാം, കാരണം കറൻസിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 24. നമ്പർ ഓഫ് ലെറ്റേഴ്സ്. വാല്യൂ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ടോട്ടൽ വാല്യൂ അവിടെയും 77. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഒറിജിനൽ പേരിൻ്റെ വാല്യൂ 77. അപ്പുറത്ത് മുഹമ്മദ് അലി ജിന്നയുടെ എത്രയാണ്? അവിടെ 77 വന്നു, ഇവിടെയും 77 വന്നു. ഇവിടെയും സ്പിരിച്വൽ നമ്പറാണ്. നമ്മൾ ഭാരതീയർ ആ സ്പിരിച്വൽ നമ്പറിനെ സ്പിരിച്വലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പാകിസ്ഥാനികൾ അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് നാശം. അപ്പം നിങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ, സ്പിരിച്വാലിറ്റി വന്നാൽ, അതിനെ ദൈവം തന്ന ഒരു സമ്മാനമായിട്ട് കണക്ക് കൂട്ടൂ. ഞാനെന്ന ഭാവം നമ്മൾ വെടിഞ്ഞുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, മാസത്തിൽ ഒരിക്കൽ ഒരു നേരത്തെ ആഹാരം സാധുക്കൾക്ക് കൊടുത്ത്, അമാവാസി നാളിലും പൗർണമി നാളിലും, അമാവാസി എന്നാൽ കർത്തവാവ്, പൗർണമി എന്നാൽ നിലാവുള്ള ദിവസമല്ലേ, ഫുൾ മൂൺ ഡേ അന്ന്, അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം, ഇതൊക്കെ നല്ലതാണ്. മാസത്തിൽ ഒരു തവണ ഒരു സാധുവിന് ആഹാരം മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കൂ. പൈസ കൊടുക്കരുത്, ആഹാരം. പല പല കറികൾ കൂട്ടി ഒരു സാധുവായ ഒരു കുട്ടി, പ്രത്യേകിച്ച് കുട്ടികളും പ്രായമുള്ളവരെ കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സാണ് നിറയുന്നത്. അങ്ങനെ അവരുടെ മനസ്സ് നിറയുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം കിട്ടും. അതാണ് പ്രകൃതി തരുന്ന അനുഗ്രഹം. നിങ്ങളത് ചെയ്യണം, ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഇനി മഹാത്മാഗാന്ധിയെ ഇന്നും പല ആൾക്കാരും ചീത്ത വിളിക്കാറുണ്ട്. പല ആൾക്കാരും നമ്മളെ വിചാരം നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടുള്ളൂ. ഗാന്ധി 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 എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തെ എത്രയോ പേര് അനാവശ്യം പറയുന്നുണ്ട്, ശുദ്ധ തെറി വിളിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ഒരു രാഷ്ട്രപിതാവിനെ ഇങ്ങനെ തെറി വിളിക്കുന്നു, അനാവശ്യം പറയുന്നു? ലോകത്തിലെ എല്ലാ ആൾക്കാരും ഗാന്ധിയെ അതേപടി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിക്കുന്നത് പോലെ അല്ല. അദ്ദേഹം അന്ന് പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂല കുടുംബം, അതായത് അച്ഛൻ്റെ അച്ഛൻ ആരായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരും ചരിത്ര ഗവേഷകരും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയക്കാരിലൂടെ പ്രചരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ച് മണ്ണടിഞ്ഞിട്ട് പോലും, ഇത്രയും വർഷങ്ങളായിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റി മോശം പറയുന്നു? ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഇത്രയൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ട് പോലും അദ്ദേഹം പ്രയോറിറ്റി മറ്റുള്ള പല ആൾക്കാർക്കും കാണിച്ചിരുന്നു. അന്ന് പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത് ഇദ്ദേഹം നെഹ്റു അല്ലായിരുന്നു, എലിജിബിളായ വേറെ ആൾക്കാരായിരുന്നു. ഇദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തു? കാരണം അദ്ദേഹം അതിനുശേഷം അറിയപ്പെട്ടത് മഹാത്മാഗാന്ധി എന്നാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13. വേറിട്ടുള്ള സ്വഭാവം. മഹാത്മാഗാന്ധി എന്ന പേരിൻ്റെ വാല്യൂ എത്രയാണ്? 39 വാല്യൂ. മഹാത്മാഗാന്ധി 39 അക്ഷരങ്ങളുടെ എണ്ണമായ 13 കൂടി കൂട്ടുമ്പോൾ 52 അവിടെയും വന്നു. ആ 52 വന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചീത്ത കേൾക്കുന്നത്. അപ്പോൾ പേരിനകത്ത് പ്രാധാന്യം മനസ്സിലാക്കൂ. നമ്മുടെ പേരിന് അത്രയും പ്രാധാന്യമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ച് മണ്ണോട് മണ്ണടിഞ്ഞാൽ അടുത്ത തലമുറയിൽ നമ്മളെ ചീത്ത വിളിക്കാൻ നല്ലത് വിളിക്കാം. ഇദ്ദേഹം നല്ലതാണ് ചെയ്തത്. പക്ഷേ 52 വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ചെയ്ത ചില കൊച്ചു കൊച്ചു തെറ്റുകൾ ഇപ്പോൾ പർവ്വതീകരിച്ച് വലുതാക്കി, അല്ലെങ്കിൽ മറ്റുള്ള ഭാഷ പറഞ്ഞാൽ സൂം ചെയ്ത് എല്ലാവരും ചെയ്ത് ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഓടുന്നത്. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം 52 അവിടെ വന്നു. നിങ്ങളുടെ പേരിൽ 52 വന്നിട്ടുണ്ടെങ്കിൽ, 7ൻ്റെ സാന്നിധ്യം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാലശേഷവും മോശം പേര് വരും. ഭയപ്പെടുത്തുമല്ല എന്ന് അറിയാമല്ലോ. തെളിവ് മാത്രമേ തരുള്ളൂ ഈ ചാനലിലൂടെ. അശുഭ നമ്പറാണത്. പിന്നെ ഗാന്ധിക്കത് DHIയിൽ ഡൈ എന്നാണ് വരുന്നത്. വെടിയേറ്റ് മരിച്ചല്ലോ ഇന്ദിരാഗാന്ധി. മറ്റുള്ള ഗാന്ധിയൊക്കെ അറിയാമല്ലോ. നമ്മുടെ പേരിൽ DHI വന്നാലും DI എന്നുള്ള വാക്കാണ് വരുന്നത്. പേരിൽ DI ഉണ്ടെങ്കിൽ പല ആൾക്കാർക്ക് മലയാളികളുടെ സ്ഥിരം ഇതാണ്. എന്താ ഒരു പേരുണ്ടല്ലോ, ഇന്നും നാട് പേര് വന്നു. അവരുടെ പേരിൽ DHI അല്ലെങ്കിൽ DI വരുന്ന രീതിയിലാണ്. കൗതുകമായിട്ട് തോന്നും. ആ പേര് ശരിയില്ല, DI എന്ന ഇത്. ഗാന്ധിക്ക് ആ 52 വന്നു, ഇതും കൂടി വന്നതിൻ്റെ പേരിൽ വീണ്ടും പോയി. അപ്പം മോദിയെപ്പറ്റി ചോദിക്കും. മോദി 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 എന്ന് എപ്പോഴും പറയുന്നത്. മരണം ഉണ്ടല്ലോ എന്ന്. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് കിട്ടിയാൽ ചുട്ടു പുകയ്ക്കാനുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന്. പക്ഷേ അദ്ദേഹം ആത്മീയത കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആത്മീയമായ നമ്പറിൽ 17-ാം തീയതി ജനിച്ചു. അദ്ദേഹത്തിൽ സ്പിരിച്വൽ പവറുണ്ട്, ഓറയുണ്ട്, പല കാര്യങ്ങളും മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള തിന്മകൾ ഏൽക്കില്ല. തികച്ചും സാധാരണക്കാരനൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അത് ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാർക്കാണ്. ഇപ്പം ദിലീപിൻ്റെ പേരിൽ, ദിലീപ് മരിച്ചില്ലല്ലോ, പക്ഷേ ജയിൽവാസം അനുഭവിച്ചില്ലേ. ജയിലിൽ തറയിൽ കിടന്നു ഒരു IPS ഓഫീസർ, IPS ശ്രീലങ്ക പറഞ്ഞല്ലോ, വെറും ഷീറ്റിൽ ആലുവ ജയിലിൽ കിടന്ന് വെറും രാജകൊട്ടാരത്തിൽ വളർന്നല്ല രാജകീയമായ സൗകര്യത്തിലൂടെ ജീവിച്ചയാൾ വെറും ഒരു തുണിയിൽ കിടക്കുക, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മർദ്ദനമേൽക്കുക DIയുടെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ DI ഉണ്ടെങ്കിൽ മാറ്റണം. DIയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി കാണുക. ഇനി നമുക്കിപ്പോഴത്തെ നമ്മുടെ നേതാവായ മോദിയെ പറ്റി എടുക്കാം. പെട്ടെന്ന് പറയാം, 30 മിനിറ്റായി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 22 ആകുമ്പോൾ ആരെയും പേടിയില്ല. സ്വന്തം ആശയം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി അദ്ദേഹം അപ്ലൈ ചെയ്യും, പ്രാക്ടിക്കലാക്കും. 22 13 4 അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 72. 72 എന്നാൽ 72ഉം ഇതും കൂടി കൂട്ടുമ്പോൾ 22 അക്ഷരങ്ങളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ 94 9 4 13 പക്ഷേ ഇദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് നരേന്ദ്രമോദി എന്നാണ്. ദാമോദർ ദാസ് എന്നുള്ളത് ഒഫീഷ്യൽ നെയിമാണ്, അതെപ്പോഴും വിളിക്കാറില്ല. നമ്മൾ ഏത് പേരാണോ കൂടുതലായിട്ട് വിളിക്കുന്നത് അതിനാണ് കൂടുതൽ റിസൾട്ട് വരുന്നത്. നരേന്ദ്രമോദിയുടെ അക്ഷരങ്ങളുടെ എണ്ണം 12, നരേന്ദ്രമോദിയുടെ പേരിൻ്റെ വാല്യൂ 41. 41ഉം 12 കൂടി കൂടുമ്പോൾ 53 8. അവിടെ വീണ്ടും 8 അദ്ദേഹത്തെ സഹായിച്ചു, കാരണം ജനിച്ച ഡേറ്റ് 17 അതിൻ്റെ പേരിൽ. അത് വീണ്ടും സ്പിരിച്വൽ നമ്പറായിട്ട് വന്നു. ആ 53ഉം ഇന്ത്യയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? ഇന്ത്യയുടെ അക്ഷരങ്ങളുടെ എണ്ണം 5, പേരിൻ്റെ വാല്യൂ 12, 12 5 17. നരേന്ദ്രമോദിയുടെ പേരിൻ്റെ വാല്യൂ എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ 53ഉം 17 കൂടി കൂട്ടുമ്പോൾ 70 വന്നു. അദ്ദേഹം സ്പിരിച്വലായിട്ടുള്ള മനുഷ്യനല്ലേ, പൊളിറ്റിക്കൽ ലീഡറാണെങ്കിലും സ്പിരിച്വാലിറ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ദൂഷ്യങ്ങളുണ്ടാകത്തില്ല. അപ്പം നമ്മളിൽ സ്പിരിച്വാലിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, താങ്ക് യു. ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയൊന്നും അല്ല കേട്ടോ. നമ്മൾ ആ മോദിയുടെ നെഹ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാർ കയറി തോണ്ടുകയും ചെയ്യരുത്, പഠിച്ചു പോവുക. രാഷ്ട്രീയമൊന്നും ഇവിടെ പാടില്ല. പിന്നെ നെഗറ്റീവ് കമൻറ്റ് എഴുതുന്നതെല്ലാം ഇവിടുത്തെ ആൾക്കാർ സൈബർ സെല്ല് ശരിക്കും സൂക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, താങ്ക് യു.